സർവേശ്വരാവിന്റെ സന്നിധാനത്തിൽ സർവം മറന്നൊന്നു നിൽക്കട്ടനാൻ നിൻവരദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന പുല്ലായി ഗുണരായി മാറട്ടനാൻ സർവേശ്വരാവിന്റെ സന്നിധാനത്തിൽ സർവം മറന്നൊന്നു നിൽക്കട്ടനാൻ നിൻവരദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന പുല്ലായി ഗുണരായി മാറട്ടനാൻ വിഷം വിതാരിക്കും മുൻപന നിന്റെ മലരയിൽ വസിച്ചിടുന്നു സവികൾ ജനിക്കും മുൻപന നിന്റെ കവികൾ ജനിക്കും മുൻപന നിന്റെ കവിതയായി തീർന്നിടുന്നു കവിതയായി തീർന്നിടുന്നു സർവേശ്വരാവിന്റെ സന്നിധാനത്തിൽ സർവം മറന്നൊന്നു നിൽക്കട്ടനാൻ നിൻവരദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന പുല്ലായി ഗോലരായി മാറട്ടനാൻ വസന്തം വിരിയും മുൻപന നിന്റെ മനസ്സിലായി വിളിച്ചിടുന്നു കവികൾ ജനിക്കും മുൻപന നിന്റെ കവികൾ ജനിക്കും മുൻപന നിന്റെ കവിതയായി തീർന്നിടുന്നു കവിതയായി തീർന്നിടുന്നു സർവേശ്വരാവിന്റെ സന്നിധാനത്തിൽ സർവം മറന്നൊന്നു നിൽക്കട്ടനാൻ നിൻവരദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന പുല്ലായി ഗുണരായി മാറട്ടനാൻ. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ അവർകൾ, ശ്രീമതി PM സൗദാമിനിയമ്മ അവർകൾ, നമ്മുടെ പ്രിയപ്പെട്ട HM റീന ടീച്ചർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിലെ അധ്യാപകനായിരുന്ന സുരേഷ് മാസ്റ്റർ, നമ്മളുടെ ഇപ്പോഴത്തെ വാർഡ് കൗൺസിലറും കൂടിയാണ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ സഹപ്രവർത്തകരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, നമ്മുടെ നഴ്സറി സ്കൂളിൻ്റെ 31ാം വാർഷികാഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നലെ നമ്മളെ സ്കൂളിലെ വലിയ കുട്ടികളുടെ 1 മുതൽ 7 വരെയുള്ള കുട്ടികളുടെ പരിപാടിയാണ് ഈ വേദിയിൽ നടന്നിരുന്നത്. ഇന്ന് നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികളുടെ LKG UKG കുട്ടികളുടെ കലാപരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ രക്ഷിതാക്കൾ എന്തോ വെയിലിൻ്റെ ചൂടുകൊണ്ടാന്ന് തോന്നുന്നു എത്താൻ കുറച്ച് താമസമാണ്. നമ്മൾ 4 മണിക്കാണ് പരിപാടി പറഞ്ഞിരുന്ന നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ 4:30 കഴിഞ്ഞു. നമ്മുടെ എത്തിച്ചേർന്ന ആൾക്കാരുടെ എണ്ണം നോക്കുമ്പോൾ, നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ, കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം നോക്കുമ്പോൾ എത്തിച്ചേർന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. അതാണ് നമ്മൾ കുറച്ച് ഈ പരിപാടി കുറച്ച് താമസിപ്പിച്ചത്. നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പരിപാടി എന്താ പറയുക, സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അവർക്ക് അങ്ങനെ ഒരുപാട് സമയം അണിഞ്ഞൊരുങ്ങിയിരുന്ന് അപ്പോഴേക്കും തലയിൽ മുടിയിൽ പിന്നെ ഇത് കുത്തുന്നുണ്ട്, അങ്ങനെയുള്ള പരാതികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേഗം തന്നെ ഈ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിപ്പിച്ച് കുട്ടികളുടെ പരിപാടിക്കാണ് നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഒരുപാട് സംസാരിക്കുന്നൊന്നുമില്ല. പിന്നെ എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ഈ അവസരത്തിൽ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസമായിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് കുട്ടികൾക്ക് കുറേ പേർക്ക് ഈ പകർച്ചവ്യാധി, മുണ്ടിവീക്ക്, അങ്ങനെയുള്ള പ്രയാസങ്ങൾ, പനി, ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ പേര് ആബ്സെൻ്റാണ്. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് നമ്മൾ എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ പരിപാടി, നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു എന്താ പറയുക LKGയിൽ ചേർന്ന് അവരുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആകാംക്ഷയിലും സന്തോഷത്തിലും ഇരിക്കാവില്ല. അപ്പോൾ എങ്ങനെ അവരുടെ പരിപാടി ഇന്ന് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അതിലേറെ പ്രയാസപ്പെട്ട് താല്പര്യപ്പെട്ട് എങ്ങനെ ഇതൊന്നും നടന്നു കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം ഇവർക്ക് അസുഖമൊന്നും ഇല്ലാതിരിക്കാൻ, ഈ കുട്ടികൾക്ക് ഈ പഠിച്ചതൊന്ന് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടണേ, പനിയൊന്നും ഉണ്ടാവരുത് എന്നിങ്ങനെ
പ്രാർത്ഥിച്ച് സത്യം പറഞ്ഞാൽ അങ്ങനെ ഉള്ളൊരു ദിവസമാണിന്ന്. എന്തായാലും ഇന്ന് എല്ലാവരും വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ ഈ പരിപാടി വാർഷികാഘോഷം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് മാസ്റ്ററാണ്. നമ്മുടെ വാർഡ് കൗൺസിലറും കൂടിയായിട്ടുള്ള സുരേഷ് മാസ്റ്ററാണ്. മാസ്റ്ററെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ നിന്ന് അധ്യക്ഷത വഹിക്കാമെന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ സാദിഖ് അലി സാറാണ്. അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കുറച്ച് പ്രയാസമുണ്ട്, വീട്ടിൽ കുറച്ച് പിന്നെ വേറെ ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എത്തിച്ചേരാൻ കുറച്ച് വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മാനേജരായ ശ്രീമതി സൗദാമിനിയമ്മ അവർകളെ തന്നെ നമ്മൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുകയാണ്. ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട റീന ടീച്ചർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ നോക്കി നടത്തി ആർക്കും ഒരു പരാതി ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു പോരുന്ന നമ്മുടെ പ്രിയപ്പെട്ട റീന ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വേദിയിൽ ആശംസാ പ്രസംഗം നടത്തുന്നുണ്ട്. അവരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ നിന്ന് എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കളെയും മറ്റുള്ള കുഞ്ഞുങ്ങളെയും എൻ്റെ സഹപ്രവർത്തകരെയും ബാക്കി എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാടി കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്നറിയാം. ഞങ്ങളും അതെ, ഒരുപാട് ദിവസമായിട്ട് നമ്മളെ ഈ കുട്ടികളുടെ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് വളരെ ആവേശത്തോടെ ഈ പരിപാടി സംഘടിപ്പിച്ച് ഈ പരിപാടിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്ന നമ്മുടെ സ്കൂളിൻ്റെ അധികൃതർ, പിന്നെ മാനേജർ സാർ, നമുക്കറിയാം നമ്മുടെ നഴ്സറീൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാനേജർ മുരളി സാറ്, അവർ ഈ വർഷം റിട്ടയർമെൻ്റാണ് നമ്മളെ സ്കൂളിൽ നിന്ന്. പക്ഷെ എന്നാലും നമ്മുടെ കൂടെ ഇനിയുള്ള ബാക്കിയുള്ള കാലങ്ങളും നമ്മുടെ മാനേജറായിട്ട് ഇവിടെ ഉണ്ടാവും. പക്ഷെ എന്നാൽ നമ്മളെ സ്കൂളിലെ ഒരു സ്റ്റാഫ് എന്ന നിലയ്ക്ക് ഈ കൊല്ലത്തോടെ മാഷ് സേവനം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു 90% ആൾക്കാരും ഇന്നലെ അത് ഇവിടെ വന്ന് അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ മാഷ ഈ അവസരത്തിൽ ഞാൻ ഒന്നും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് സൗദാനമ്മ അവർകളെ ക്ഷണിക്കുന്നു. നിരവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോടെ മലപ്പുറത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നാക്കി മലപ്പുറം AUP സ്കൂളിനെ മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ ആദരണീയയായ മാനേജർ ശ്രീമതി PM സൗദാമിനി, ഈ ചടങ്ങ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാനേജരെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സുരേഷ് മാഷെ ക്ഷണിക്കുന്നു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം ഈ വിദ്യാലയത്തിലെ പടികളിറങ്ങിയെങ്കിലും വിശ്രമ ജീവിതം നയിക്കാതെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് മാഷ്, നമ്മുടെ വാർഡിന്റെ പ്രിയപ്പെട്ട കൗൺസിലർ, ഇന്നത്തെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വാർഡ് കൗൺസിലറായിട്ടുള്ള ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ മുൻ അധ്യാപകൻ ശ്രീ സുരേഷ് മാഷിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ നഴ്സറിയുടെ 31ാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മലപ്പുറം AUP സ്കൂളിൻ്റെ മാനേജർ കൂടിയായിട്ടുള്ള PM സൗദാമിനി അവർകൾ, ഈ വിദ്യാലയത്തിൻ്റെ ഹെഡ്മിസ്ട്രസ് V റീന, സ്വാഗതം പറഞ്ഞ നഴ്സറി സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക ചാർജുള്ള സുജിത, വേദിയിലിരിക്കുന്ന കഴിഞ്ഞ 17 വർഷക്കാലം ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമായി വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച് ഈ വർഷത്തോടുകൂടി ഔപചാരികതയുടെ പേരിൽ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന മുരളി, മറ്റേറ്റവും സ്നേഹം നിറഞ്ഞ അധ്യാപകന്മാരെ, ഏറ്റവും പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സുജിത ടീച്ചർ സൂചിപ്പിച്ചു, നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ 31ാം വാർഷിക ആഘോഷമാണ് നമ്മളിന്നിവിടെ കൊണ്ടാടുന്നത്. നമ്മുടെ AUP സ്കൂളിനെ സംബന്ധിച്ച്
1931 ഈ വിദ്യാലയം രൂപം കൊണ്ടതിന് ശേഷം 93-ാം വാർഷികാഘോഷമാണ് ഇന്നലെ ഇവിടെ വളരെ സമുചിതമായി ആഘോഷിച്ചത്. നഴ്സറി സ്കൂൾ തുടങ്ങാൻ കുറേ കാലങ്ങൾക്ക് ശേഷമേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും തുടങ്ങിയതിന് ശേഷം ഏറ്റവും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നിരവധി കുട്ടികൾക്ക് അക്ഷരത്തിൻ്റെ ബാലപാഠം പറഞ്ഞുകൊടുത്ത് അത് കളികളിലൂടെ കുട്ടികൾക്ക് സ്വായത്തമാക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ഇവിടുത്തെ നഴ്സറി സ്കൂളിലെ അധ്യാപകന്മാർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ തുടർന്ന് ഈ വിദ്യാലയത്തിലേക്ക് കുട്ടികൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളെപ്പോലെ ഈ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചിരുന്ന ഏവർക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ 93-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പരിപാടി ഒരു 10-15 വർഷം 10-20 വർഷങ്ങൾക്ക് മുൻപാണ് വളരെ പ്രസക്തമായ രൂപത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്നത്. സർക്കാരിൻ്റെ സഹായത്തോടു കൂടി വളരെ ചുരുങ്ങിയ വിഭവങ്ങളുമായിട്ടാണ് നമ്മളത് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് വളരെ വിഭവസമൃദ്ധമായ രീതിയിൽ നമ്മുടെ ഉച്ചഭക്ഷണം നമ്മൾ കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട്. ഞാനിതിവിടെ സൂചിപ്പിച്ചത് ഒരു സർക്കാർ സംവിധാനം തുടങ്ങുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് 1931 ഈ വിദ്യാലയം രൂപീകൃതമായതിനു ശേഷം ഇവിടുത്തെ മാനേജർ കൂടിയായിരുന്ന ഉണ്ണികൃഷ്ണ നമ്പീശൻ്റെ ഏറ്റവും നല്ല, നമുക്ക് എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തന മാതൃകയായിരുന്നു ഈ വിദ്യാലയത്തിൽ എത്തുന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഒരു രീതി. ഇത് സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത് ഇപ്പോൾ അടുത്ത ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ 1931 ഈ വിദ്യാലയം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വിദ്യ നൽകുക എന്നതിനോടൊപ്പം സമൂഹത്തിൽ ദുർബല വിഭാഗങ്ങളായി നിൽക്കുന്ന ആളുകൾക്ക് ഒരു ആശാകേന്ദ്രമായി ഒരു വിദ്യാലയത്തെ എങ്ങനെ മാറ്റാം എന്നതിൻ്റെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു വിദ്യാലയമായിരുന്നു ഇത് എന്നുള്ളത് നമുക്ക് ഏവർക്കും ഇതിൽ ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് ഇത് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടതും ഏറ്റവും കൂടുതൽ ഈ വിദ്യാലയത്തിൻ്റെ പിൻവാതിലുകളിലേക്ക് പിൻഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുമായിട്ടുള്ള ഒരു മഹത്തായ ഒരു കർമ്മമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മൾ 75-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം വിളിച്ചിരുന്നു. ആ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിൽ വളരെ പ്രായമുള്ള, ഞാൻ ആളുകളുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അന്ന് ആ സമ്മേളന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വളരെയധികം പ്രായമുള്ള ആളുകളാണ് അതിൽ പങ്കെടുത്തിരുന്നത്. ആ പങ്കെടുത്തിരുന്ന ആളുകളിൽ പലരും വളരെയധികം സന്തോഷത്തോടു കൂടിയും അവർക്ക് അതുകൊണ്ടുണ്ടായ ആ അനുഭവം അവരിവിടെ പറഞ്ഞപ്പോഴാണ് എന്നെപ്പോലെയുള്ള ആളുകൾക്കെല്ലാം അത് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അന്ന് തന്നെ ഇവിടെ അതിനുള്ള സന്ദർഭങ്ങളും അതുപോലെയുള്ള സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ഒരു വിദ്യാലയത്തിന്റെ മാനേജർക്ക് കഴിഞ്ഞു എന്നുള്ളത്. ആ ഒരു തുടർച്ച മറ്റ് മാനേജർമാരിൽ നിന്നും നമ്മൾ വ്യത്യസ്തമായി കാണേണ്ടത്, സമൂഹത്തിൽ വിദ്യ അഭ്യസിച്ച് നൽകുന്നതിനോടൊപ്പം തന്നെ ദുർബല വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ കൂടി എങ്ങനെയാണോ മുൻപന്തിയിലേക്ക് അല്ലെങ്കിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നൽകാൻ കൂടി ഈ വിദ്യാലയത്തിന്റെ മാനേജർ, അന്നത്തെ മാനേജർ തുടക്കമിട്ടു എന്നുള്ളത് ഈ വിദ്യാലയത്തിന്റെ ഏറ്റവും നല്ലൊരു ഗുണപരമായ കാര്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മളെല്ലാം ഇപ്പോൾ AUP സ്കൂൾ എന്ന പേരിലാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും പഴയ തലമുറയോട് ചോദിച്ചാൽ, നമ്മളൊക്കെ പുറത്തിറങ്ങി ഞാൻ AUP സ്കൂളിലെ മാഷാണ് അല്ലെങ്കിൽ ഹെഡ് മാഷാണെന്ന് പറയുന്ന സമയത്ത് പഴയ തലമുറയിലുള്ള ആളുകൾ AUP സ്കൂൾ എന്ന് പറഞ്ഞാൽ അറിയില്ല. അവരപ്പം ചോദിക്കുക, നമ്പീശന്റെ സ്കൂളാണല്ലേ എന്നുള്ളതാണ്. ആ ഒരു വിദ്യാലയം ഇന്ന് വളരെ ചെറിയ രൂപത്തിൽ തുടങ്ങി വെച്ച് ഇന്ന് എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളുമുള്ള ഒരു വിദ്യാലയമായി മാറുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രാഥമിക പരിഗണന കിട്ടേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ LKG UKG എന്ന് പറയുന്ന പ്രീ പ്രൈമറി വിഭാഗം. ആ വിഭാഗത്തിലും ഇന്നത്തെ ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്തൊക്കെയാണോ ഉണ്ടാകേണ്ടത് അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു വരാൻ പാകമാകുന്ന രീതിയിലേക്ക് കുട്ടികളെ വാർത്തെടുക്കാൻ നമ്മുടെ ഈ പ്രീ പ്രൈമറി വിഭാഗത്തിന് കഴിയുന്നു എന്നുള്ളതും കൂടി ഏറ്റവും ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മുടെ ഈ പരിപാടി നേരത്തെ നമ്മൾ ഇന്നലെയും എപ്പോഴും പറയാറുണ്ട്, ഇത്തരം വേദികളിൽ
പ്രസംഗം കേൾക്കുന്നത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ പോകും, ദീർഘിച്ചിങ്ങനെ വരുന്നതിനനുസരിച്ച്. കാരണം കുട്ടികളുടെ കലാപരിപാടികൾ കാണുക, അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം ഞങ്ങളെപ്പോലെയുള്ള ആളുകളും ഇവിടെ നിൽക്കേണ്ടത്. ഏതായാലും ഈ ഒരു 31ാം വാർഷികാഘോഷം ഇവിടെ സമുചിതമായി കൊണ്ടാടുമ്പോൾ അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാനിവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ മലപ്പുറം AUP സ്കൂളിൻ്റെ ഉണ്ണികൃഷ്ണ നമ്പീശൻ മെമ്മോറിയൽ പ്രീ പ്രൈമറി വിഭാഗത്തിൻ്റെ 31ാം വാർഷികാഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഏവരുടെയും സർവ്വ മനസ്സോടുകൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, സുരേഷ് മാസ്റ്റർ ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ വിശദമായി തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാവരും കുട്ടികളുടെ പരിപാടികൾക്കായി തയ്യാറായിരിക്കുകയാണ്. എങ്കിലും 2-3 കാര്യങ്ങൾ ചെറുതായി സൂചിപ്പിക്കുകയാണ്. 3 വയസ്സ് കഴിയുമ്പോൾ നമ്മളുടെ കുട്ടികൾ മറ്റൊരു സമൂഹത്തിലേക്കാണ് എത്തിപ്പെടുന്നത്. അതുവരെ വാശിയും സ്വാർത്ഥതയും ഒക്കെ കൈമുതലായിട്ടുള്ള കുട്ടികൾ മറ്റു കുട്ടികളോട് ഒപ്പം എത്തുമ്പോൾ പരസ്പരം പങ്കുവയ്ക്കാനും പരസ്പരം തിരിച്ചറിയാനും ശരിയും തെറ്റും തിരിച്ചറിയാനും, ഞാനല്ല നീയാണ് ശരി, അല്ലെങ്കിൽ എൻ്റെതാണ് ശരി, നീ അത് മനസ്സിലാക്കണം എന്നുള്ള രീതിയിലൊക്കെയുള്ള ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് നഴ്സറി ക്ലാസ്സുകളിൽ നിന്നാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പോകാതെ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. രക്ഷിതാക്കൾ വന്ന് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ വന്ന് നമ്മുടെ മുന്നിൽ നിന്ന് കരയുന്ന അവസരങ്ങളുണ്ട്, ഒന്നും പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പഠനത്തോടൊപ്പം നല്ല പെരുമാറ്റ രീതികൾ കൂടി ഉൾക്കൊണ്ട് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി നമ്മുടെ കുരുന്നുകൾ വളർന്നു വരട്ടെ എന്ന് ആദ്യമായി ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ രണ്ടാമത് പറയാനുള്ള കാര്യം, എൻ്റെ 2 മക്കളും പഠിച്ചത് നമ്മുടെ നഴ്സറിയിലാണ്. അവരിന്നും വളരെ സ്നേഹത്തോടെ ഓർക്കുന്ന പേരാണ് സുജിത ടീച്ചറുടേത്. അപ്പം തന്നെ നിങ്ങൾക്കറിയാലോ നമ്മുടെ നഴ്സറിയിൽ എങ്ങനെയാണ് അധ്യാപകർക്ക് കുട്ടികളോടുള്ള പെരുമാറ്റം എന്നുള്ളത്. സുജിത ടീച്ചറുടെ നേതൃത്വത്തിലുള്ള എല്ലാ അധ്യാപകരും കുട്ടികളുടെ എല്ലാ കഴിവുകളും പ്രകടമാക്കുന്നതിനായി അവർക്ക് വേണ്ടത്ര അവസരങ്ങൾ കൊടുത്ത് പരമാവധി അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ചേച്ചിമാരും, എൻ്റെ മക്കൾ പഠിച്ചപ്പോഴുള്ള 2 ചേച്ചിമാർ ഇപ്പോഴും നഴ്സറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സത്യ ചേച്ചിയും യശോദ ചേച്ചിയും. 2 പേരും മാതൃതുല്യരായി കുട്ടികളെ സ്നേഹിക്കുന്ന ചേച്ചിമാരാണ്. അപ്പോൾ തീർത്തും 100% സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. അതുപോലെ സുരേഷ് മാഷ് പറഞ്ഞതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മളുടെ മാനേജ്മെൻറ്റാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാനേജറെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ആ കാര്യത്തിൽ ഞാൻ എന്നും വളരെ ബഹുമാനത്തോടെ കാണുന്നൊരു വ്യക്തിയാണ് നമ്മളുടെ സ്കൂൾ മാനേജർ. അതായത് പരിമിതമായ നമ്മളുടെ ഈ സ്ഥലത്ത് ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കുട്ടികൾക്ക് എല്ലാ കഴിവുകൾക്കും വളർന്നു വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട മാനേജ്മെൻറ്റിനെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നഴ്സറിയുടെ വാർഷികാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. 3ാം റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ണികൃഷ്ണ നമ്പീശൻ മെമ്മോറിയൽ നഴ്സറി സ്കൂളിന്റെ മിടുക്കി കൈഹറ MP 3ാം റാങ്ക് കരസ്ഥമാക്കിക്കൊണ്ട് 500 രൂപ ക്യാഷ് അവാർഡും മെഡലും സർട്ടിഫിക്കറ്റും നേടിയിരിക്കുന്ന അഭിമാനം കൈഹറ MP. റാങ്കിന് ശേഷമുള്ള 15 വരെയുള്ള റാങ്കിലേക്ക് 151 രൂപയാണ് ക്യാഷ് പ്രൈസ് നൽകുന്നത്. ഇതിൽ സംസ്ഥാന തലത്തിൽ 6ാം റാങ്ക് കരസ്ഥമാക്കിയ LKGയുടെ ആർജവ് MP ഇതിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തു. ആർജവ് MP സംസ്ഥാന തലത്തിൽ 6ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു.
സംസ്ഥാന തലത്തിൽ 2 കുട്ടികൾ 7ാം റാങ്ക് കരസ്ഥമാക്കി ഉന്നത വിജയം കൈവരിച്ചിരിക്കുന്നു. ഒരാൾ ഫാത്തിമ ഷൻസ 7ാം റാങ്ക് കരസ്ഥമാക്കിയ 2 കുട്ടികളിൽ ഒരാൾ ഫാത്തിമ ഷൻസ. ഏഴാം റാങ്ക് 2 കുട്ടികളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫാത്തിമ ഷൻസ, ഫെല്ല ഫാത്തിമ സി.കെ. ഇപ്പോൾ വേദിയിലേക്ക് ഫാത്തിമ ഷൻസ 7ാം റാങ്ക് കരസ്ഥമാക്കിയ കുട്ടിക്ക് ഫാത്തിമ ഷൻസ. ഏഴാം റാങ്ക് കരസ്ഥമാക്കിയ മറ്റൊരു കുട്ടിക്ക് ഫെല്ല ഫാത്തിമ സി.കെ. ഏഴാം റാങ്ക് കരസ്ഥമാക്കി സർട്ടിഫിക്കറ്റും മെഡലും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങുന്നു ഫെല്ല ഫാത്തിമ സി.കെ. അടുത്തത് 8ാം റാങ്ക് കരസ്ഥമാക്കിയ ഹിദാഷ് മുഹമ്മദ്. സംസ്ഥാന തലത്തിൽ 8ാം റാങ്ക് കരസ്ഥമാക്കിയ ഹിദാഷ് മുഹമ്മദ്. സംസ്ഥാന തലത്തിൽ 9ാം റാങ്ക് നമ്മുടെ വിദ്യാലയത്തിലെ നിരവധി കുട്ടികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അവർ ഓരോരുത്തരെയായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹദിയ മുഹമ്മദ് 9ാം റാങ്ക്. അടുത്തത് മുഹമ്മദ് മിൻഹാജ്. മുഹമ്മദ് മിൻഹാജ്. മുഹമ്മദ് മിൻഹാജ് 9ാം റാങ്ക്. അടുത്തത് മുഹമ്മദ് റയ്യാൻ 9ാം റാങ്ക്. മുഹമ്മദ് റയ്യാൻ. മുഹമ്മദ് റയ്യാൻ 9ാം റാങ്ക്. അടുത്തത് മുഹമ്മദ് അജ്വാൻ 9ാം റാങ്ക്. മുഹമ്മദ് അജ്വാൻ 9ാം റാങ്ക്. അടുത്തത് മുഹമ്മദ് അമൻ 9ാം റാങ്ക്. മുഹമ്മദ് അമൻ. അടുത്തത് മുഹമ്മദ് അമൻ 9ാം റാങ്ക്. ഇപ്പോൾ മെഡലും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങുന്നത് മുഹമ്മദ് അജ്വാൻ. മുഹമ്മദ് അജ്വാൻ 9ാം റാങ്ക്. അടുത്തത് മുഹമ്മദ് അമൻ 9ാം റാങ്ക്. മുഹമ്മദ് അമൻ. മുഹമ്മദ് അമൻ. അടുത്തത് മുഹമ്മദ് ഐസിൻ. മുഹമ്മദ് ഐസിൻ
9ാം റാങ്ക്. മുഹമ്മദ് അസൻ. അടുത്തത് മുഹമ്മദ് അസാൻ, 9ാം റാങ്ക്. മുഹമ്മദ് അസാൻ. അടുത്തതായി മുഹമ്മദ് അസാൻ, 9ാം റാങ്ക്. നൈമിക നിഖിൽ, 9ാം റാങ്ക്. നൈമിക നിഖിൽ. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നത് മുഹമ്മദ് അസാൻ, 9ാം റാങ്ക്. ക്യാഷ് അവാർഡും മെഡലും സർട്ടിഫിക്കറ്റുമാണ് ഈ മിടുക്കന്മാർക്കും മിടുക്കുകൾക്കും ലഭിക്കുന്നത്. അടുത്തത് നൈമിക നിഖിൽ, 9ാം റാങ്ക്. അടുത്തത് നസ മെഹർ. നസ മെഹർ, 9ാം റാങ്ക്. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് നസ മെഹർ. അടുത്തത് പ്രിൻസ്, 9ാം റാങ്ക്. ഇപ്പോൾ വേദിയിലൂടെ മെഡലും സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങുന്നത് നസ മെഹർ. അടുത്തതായി പ്രിൻസ്, 9ാം റാങ്ക്. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് പ്രിൻസ്. അടുത്തത് റിസ്വ. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് പ്രിൻസ്. അടുത്തത് റിസ്വ, 9ാം റാങ്ക്. ഇപ്പോൾ വേദിയിൽ റിസ്വ, 9ാം റാങ്ക്. ഷദ ഫാത്തിമ. ഷദ ഫാത്തിമ, 9ാം റാങ്ക്. അടുത്തത് ഷദ ഫാത്തിമ, 9ാം റാങ്ക്. അടുത്തത് സദ മറിയം. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് ഷദ ഫാത്തിമ. അടുത്തത് സബ മറിയം. ഇപ്പോൾ സമ്മാനം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് AIP സ്കൂളിന്റെ മാനേജർ ശ്രീമതി PM സൗദാൻ. സബ മറിയം. അടുത്തത് മെഹ്റ ജസീം. മെഹ്റ ജസീം. മെഹ്റ
ജസീം. മെഹ്റ ജസീം. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് മെഹ്റ ജസീം. അടുത്തത് നുബ ഖദീജ. അടുത്തയായി സമ്മാനം ഏറ്റുവാങ്ങുന്നു നുബ ഖദീജ. 10ാം റാങ്ക്. 10 റാങ്കിയ 3 കുട്ടികളാണ് കൈവസമാക്കിയത്. മെഹ്റ ജസീലും നുബ ഖദീജയും റോസ മുനീറും. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്ന നുബ ഖദീജ 10ാം റാങ്ക്. അടുത്ത റോസ മുനീറും. റോസ മുനീർ 10ാം റാങ്ക്. 14ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു ഫിൽസ നൗറി. ഫിൽസ നൗറി 14ാം റാങ്ക്. 15ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് മുഹമ്മദ് ഹംദാൻ. 15ാം റാങ്ക് കരസ്ഥമാക്കിയത് മുഹമ്മദ് ഹംദാൻ. LKG-യിലെ റാങ്ക് കരസ്ഥമാക്കിയ എല്ലാ കുടുംബങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അടുത്തത് UKG-യിലെ റാങ്ക് ഹോൾഡേഴ്സിനുള്ള സമ്മാനദാനമാണ്. നമ്മുടെ വേദിയിലുള്ള മാനേജർ, അതുപോലെ തന്നെ റീന ടീച്ചർ, മാനേജറുടെ മകളും മുൻ പ്രധാനാധ്യാപികയുമായിരുന്ന സുജാത ടീച്ചറൊക്കെ ഉണ്ട്. മാറി മാറി കുട്ടികൾക്ക് സമ്മാനം നൽകുവാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. UKG വിഭാഗം റെയിൻബോ ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ 4ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന 2 മിടുക്കന്മാരുണ്ട്. ഫാത്തിമ പി, ഹെൻസ അമറി 2 മിടുക്കികളാണ്. സംസ്ഥാന തലത്തിൽ 4ാം റാങ്ക് കരസ്ഥമാക്കി നമ്മുടെ വിദ്യാലയത്തിന് ഉന്നത വിജയം നേടിത്തന്ന ഫാത്തിമ പി 4ാം റാങ്ക്. 2 കുട്ടികളാണ് 4ാം റാങ്ക് കരസ്ഥമാക്കിയത്. ഒന്ന് ഹെൻസ അമറി. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് ഫാത്തിമ പി. സമ്മാനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫാത്തിമ പി 4ാം റാങ്ക്. ലഭിക്കുന്നത് ക്യാഷ് അവാർഡും മെഡലും അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റും. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് ഹെൻസ അമറി 4ാം റാങ്ക്. അത് കഴിഞ്ഞാൽ 10ാം റാങ്ക് കരസ്ഥമാക്കിയ 2 കുട്ടികളുണ്ട്. അമേയ സിംഗ് ആൻഡ് മുഹമ്മദ് റസാഖ്. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് ഹെൻസ അമറിൻ 4ാം റാങ്ക്. 10ാം റാങ്ക് 2 കുട്ടികൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അമേയ സി ആൻഡ് മുഹമ്മദ് റസാഖ്. പതിനൊന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു ആത്മിക പി. സംസ്ഥാന തലത്തിൽ 11ാം റാങ്ക് കരസ്ഥമാക്കിയത് ആത്മിക പി. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് 10ാം റാങ്ക് കരസ്ഥമാക്കിയ മുഹമ്മദ് റസാഖ്. വേദിയിലുള്ള എല്ലാ വിശിഷ്ടാതിഥികളും മാറി മാറി നമ്മുടെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും ക്യാഷ് അവാർഡും വിതരണം ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി
11ാം റാങ്ക് കരസ്ഥമാക്കിയ ആത്മിക പി. ആത്മിക പി. 13ാം റാങ്ക് 2 പേർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ആയിഷ ഹിമ ആൻഡ് ശിവാത്മിക. 2 കുട്ടികളാണ് 13ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത്. ആയിഷ ഹിമ ആൻഡ് ശിവാത്മിക. ഇപ്പോൾ ശിവാത്മിക 13ാം റാങ്ക് കരസ്ഥമാക്കിയ ശിവാത്മിക സമ്മാനം ഏറ്റുവാങ്ങും. അടുത്തത് 14ാം റാങ്ക് കരസ്ഥമാക്കിയ നൈനിക ശങ്കർ. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് ശിവാത്മിക 13ാം റാങ്ക്. അടുത്തതായി സമ്മാനം ഏറ്റുവാങ്ങുന്നു നൈനിക ശങ്കർ 14ാം റാങ്ക്. നൈനിക ശങ്കർ 14ാം റാങ്ക്. പതിനഞ്ചാം റാങ്ക് 7 പേർ കരസ്ഥമാക്കിയിട്ടുണ്ട്. 7 പേരാണ് 15ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. അവർ ആയിഷ സിഗ, ആയിഷ സിഗ, ഖദീജ നെഹാൽ, ഖദീജ നെഹൽ, മുഹമ്മദ് ഫബിൻ, നസൽ മുഹമ്മദ്, സിയാദ്, റാസ്മില, വേദ. ഇങ്ങനെ 7 പേരാണ് 15ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് കടന്നു വരുന്നത് ഖദീജ നെഹാൽ. അടുത്തത് മുഹമ്മദ് ഫബിൻ. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് ഖദീജ നെഹൽ. അടുത്തതായി സമ്മാനം ഏറ്റുവാങ്ങുന്നത് മുഹമ്മദ് ഫബിൻ. അടുത്തത് നസൽ മുഹമ്മദ് 15ാം റാങ്ക്. നസൽ മുഹമ്മദ് 15ാം റാങ്ക്. നസൽ മുഹമ്മദ്. നസൽ മുഹമ്മദ് വരാൻ വൈകിയത് മറ്റൊന്നുകൊണ്ടല്ല, ആശുപത്രിയിൽ അഡ്മിറ്റാണ്. എങ്കിലും തനിക്ക് സമ്മാനം ഈ നിറഞ്ഞ സദസ്സിന് മുമ്പിൽ ഏറ്റുവാങ്ങണമെന്നുള്ള കുട്ടിയുടെയും രക്ഷിതാക്കളുടെയും അടങ്ങാത്ത അഭിനിവേശം നല്ലൊരു കൈയ്യടി തീർച്ചയായിട്ടും നൽകുക. നസൽ മുഹമ്മദ് 15ാം റാങ്ക് കരസ്ഥമാക്കി ഈ വേദിയിലൂടെ സമ്മാനം ഏറ്റുവാങ്ങുന്ന ആനന്ദത്തിന്റെ നിമിഷങ്ങൾ. നസൽ മുഹമ്മദ് 15ാം റാങ്ക്. അടുത്തത് സിയാദ് 15ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന മറ്റൊരു മിടുക്കൻ സിയാദ്. പതിനഞ്ചാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു സിയാദ്. സിയാദിന് ശേഷം റാസ്മില 15ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന മറ്റൊരു മിടുക്കൻ റാസ്മില.
അടുത്തത് വേദ. 15ാം റാങ്ക് കരസ്ഥമാക്കിയ മറ്റൊരു മെഡിക്കൽ വേദ. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങിയിരിക്കുന്നത് റാസ്മില്ല. അടുത്തത് വേദ. 15ാം റാങ്ക് കരസ്ഥമാക്കിയ വേദ. മെഡലും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും ഇപ്പോൾ ഇതിലൂടെ ഏറ്റുവാങ്ങുന്നു വേദ. കുട്ടികളെ മത്സര പരീക്ഷകളിൽ പ്രാപ്തരാക്കുന്നതായി ഹോട്ടൽ ജ്യൂസ് സപ്പോർട്ട് എറണാകുളം നടത്തി വരുന്ന സംസ്ഥാന തലത്തിൽ നടക്കുന്ന പരീക്ഷയായ റെയിൻബോ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ റാങ്ക് ലഭിച്ച കുട്ടികൾക്കുള്ള മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ക്യാഷ് പ്രൈസുമാണ് ഇപ്പോൾ ഈ ശ്രേഷ്ഠമായ വേദിയിലൂടെ ഞങ്ങൾ വിതരണം ചെയ്തത്. മികച്ച വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും അവരെ അതിന് പ്രാപ്തരാക്കിയ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും മറ്റുള്ളവർക്കും ഞങ്ങളുടെ ഹൃദയപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സ്കൂൾ വാർഷികാഘോഷം നടക്കാൻ പോവുകയാണ്. ഈ മനോഹരമായ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം പറഞ്ഞ സുജിത ടീച്ചർക്കും, അധ്യക്ഷത വഹിച്ച മാനേജർ സൗദാമിനി അവർകൾക്കും, ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ സുരേഷ് മാഷിനും, ആശംസാ പ്രസംഗം നടത്തിയ റീന ടീച്ചർക്കും, നമ്മുടെ മുൻ എച്ച്.എം എത്തിച്ചേർന്നിട്ടുണ്ട് സുജാത ടീച്ചർക്കും എൻ്റെയും സ്കൂളിൻ്റെയും പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാനും അവരെ പാഠ്യേതര വിഷയങ്ങളിൽ മികവുള്ളതാക്കാനും മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ അധ്യാപകർക്കും ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ കഠിനാധ്വാനമാണ് ഈ പരിപാടിയുടെ വിജയത്തിലേക്കുള്ള പ്രധാന ശക്തി. നമ്മുടെ ഈ വാർഷികത്തിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്ന എൻ്റെ കുട്ടികൾക്കും സമ്മാനം നേടിയ കുട്ടികൾക്കും നമ്മുടെ ഈ വാർഷികത്തിന് കുട്ടികളെ എത്തിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ രക്ഷിതാക്കൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ മനോഹര വാർഷിക ദിനം സമ്മാനിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു. ആദിശ്മി, ആദിത്യൻ, ആരുഷ്, അഷ്മൈ മോഹിത്, അവിൻ കൃഷ്ണ, ധ്രുവനീൽ, ധ്യാൻ എം, ഫസാൻ അഹമ്മദ്, ലഹൻ വിജയ്, മുഹമ്മദ് അമൻ PP, മുഹമ്മദ് ഐസിൻ എം, മുഹമ്മദ് അസാൻ KV, മുഹമ്മദ് ഫൈഹാൻ A, മുഹമ്മദ് മിജ്ഹ് PM, മുഹമ്മദ് റിഫാൻ TK, മുഹമ്മദ് ഷാദ് N, മുഹമ്മദ് സഹീൻ KM, മുഹമ്മദ് സയാൻ KM, നിഹാൽ മുഹമ്മദ് A. ഇനി LKG A ഡിവിഷനിലെ പെൺകുട്ടികളുടെ പേരുകളാണ് വിളിക്കുന്നത്. ആവണി R, ഐസ ഫാത്തിമ, ആൻഡ്രിയ K, അൻവിക, അസ ഐൻ, ഫാത്തിമ നഷ്വ NK, ഫാത്തിമ ഷെൻഷ CH, ഫിയ മഹ്വിഷ്, ഫിൽസ നൗറിൻ, ഹാദിയ മുഹമ്മദ്, ഹനിയ എം, ഇഷ്വ ഫാത്തിമ PK, കൽഹാര NB, കെൻസ നാസ്പി, നഷ CH, നൈനിക നിഖിൽ, നിബ ഖദീജ, റാസിയ PM, റഫ്ന ഫാത്തിമ, റിസ മെഹറിൻ, റോസ മുനീർ, വേദ S, സൈറ ഫാത്തിമ. ഇത്രയും കുട്ടികളാണ് LKG A കുട്ടികൾ. LKG A ഡിവിഷനിലെ കുട്ടികളെയാണ് ഇപ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്നത്. ആ കുട്ടികളാണ് ഇപ്പോൾ വേദിയിൽ നിൽക്കുന്നത്. LKG
LKG A ഡിവിഷനിലെ കുട്ടികൾ ആരെങ്കിലും ഇപ്പോൾ പുറത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് കടന്നു ചെല്ലണമെന്ന് അറിയിക്കുന്നു. LKG A ഡിവിഷനിലെ കുട്ടികൾ ആരെങ്കിലും ഇനി പുറത്തുണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കുട്ടികളെ സമ്മാനം വാങ്ങിച്ച് പുറത്തേക്ക് പോവുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് ഈ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. LKG A ഡിവിഷനിലെ കുട്ടികളാണ് ഇപ്പോൾ വേദിയിലൂടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. LKG A ഡിവിഷനിലെ കുട്ടികളെ സമ്മാനം വാങ്ങാത്ത കുട്ടികൾ പുറത്തുണ്ടെങ്കിൽ രക്ഷിതാക്കളെ ഈ വേദിയിലേക്ക് കയറ്റിവരണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നതിന് പ്രത്യേകം ആരുടെയും പേര് നിർദ്ദേശിക്കുന്നില്ല. എല്ലാ ടീച്ചർമാരും മാറി മാറി നമ്മുടെ കുട്ടികൾക്ക് സമ്മാനം നൽകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ LKG A ഡിവിഷനിലെ കുട്ടികളാണ് സമ്മാനങ്ങൾ വേദിയിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്.
LKG ബിയിലെ കുട്ടികളുടെ പേരുകൾ വിളിക്കുകയാണ്. ആരവ് ദേവ്, അക്ഷത് കൃഷ്ണ, അലൻ ഫറാസ്, അമിത് സന്തോഷ്, ദേവനന്ദൻ, ധ്രുപദ്, ധ്യാൻ പി, ഹാദി NK, ഹിദാഷ് മുഹമ്മദ്, മുഹമ്മദ് അജിലാൽ, മുഹമ്മദ് ഹംദാൻ, മുഹമ്മദ് മിൻഹജ്, മുഹമ്മദ് നഫൽ, മുഹമ്മദ് റയ്യാൻ, നഹൽ, നൈനിക് ദിലീപ്, ശ്രീഹരി, വൈഭവ്, അർഫാത്ത് റുഖിയ, ഐസ മറിയം, അവനിക സുധീഷ്, ഐറ മറിയം, ഐറ മർസിൻ, ദർശിക, ദ്യുതി, ഹയാ ജന്ന, ഹർഷിക, ജസിൻ ഫാത്തിമ, ജോ അന്ന ജോസഫ്, മെഹ്റ ജസീൽ, മെയ്സൻ അന്നബിയ, നസ്നി, നൈമ, നസ മഹർ, പ്രിയദർശിനി, റിസ്വ, സയാ ഫാത്തിമ, ഷദ ഫാത്തിമ, ഷസിയ അമ്മൻ, ഷൈസ KP, വമിക, വിശ്വ വിപിൻ, സബ മറിയം, സൈഫ ജിഹാദ്. LKG ബിയിലെ കുട്ടികളുടെ പേരുകളാണ് ഇപ്പോൾ വിളിച്ചത്. ആ കുട്ടികൾ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നതെന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങണം എന്നറിയിക്കുന്നു. LKG ബി ഡിവിഷനിലെ കുട്ടികളുടെ പേരുകളാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തത്. ആ കുട്ടികൾ വേദിയിലേക്ക് കടന്നതെന്ന് സ്നേഹ സമ്മാനം ഏറ്റുവാങ്ങണം എന്നറിയിക്കുന്നു. LKG ബിയിലെ കുട്ടികളാണ് ഇപ്പോൾ വേദിയിലൂടെ സ്നേഹ സമ്മാനം ഏറ്റുവാങ്ങുന്നത്. LKG ബിയില് സമ്മാനം ലഭിക്കാത്ത കുട്ടികളെ ഇവിടെ പുറത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നു വരുന്ന സമ്മാനം ഏറ്റുവാങ്ങണം എന്നറിയിക്കുന്നു.
അടുത്തതായി LKG സിയിലെ കുട്ടികളുടെ പേരുകൾ അനൗൺസ് ചെയ്യുകയാണ്. LKG സിയിലെ കുട്ടികളുടെ പേരുകൾ: ആദിഷ് പി, അക്ഷജ് PV, അനയ് കൃഷ്ണ, അശ്വന്ത്, ദാനിഷ് PK, ഫിസാൻ T, ജാസിം മുഹമ്മദ്, മുഹമ്മദ് ഷസീർ, മുഹമ്മദ് അജ്വാൻ, മുഹമ്മദ് ദിയ, മുഹമ്മദ് ഇസാൻ CH, പ്രിൻസ്, ആരാധ്യ K, ദിബിന മറിയം, ഫാത്തിമ ഹൈഫ, ഫാത്തിമ ഹഷ്മി, ഫാത്തിമ ഷംസ, ഫെല്ല ഫാത്തിമ, റിയ ആയിഷ. LKG സിയിലെ കുട്ടികളുടെ പേരുകളാണ് ഇപ്പോൾ വായിച്ചത്. LKG സി. ഇത് കഴിഞ്ഞാൽ UKG A, B, C ഡിവിഷനുകളുടെ പേരുകൾ അനൗൺസ് ചെയ്യുമ്പോൾ ഇതേ മുറയ്ക്ക് തന്നെ കുട്ടികൾ വേദിയിലേക്ക് കടന്നു വന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങണം എന്നറിയിക്കുന്നു. ഇപ്പോൾ LKG സിയിലെ കുട്ടികളാണ് വേദിയിൽ എത്തിച്ചേർന്നത്. സമ്മാനം വാങ്ങി പുറത്തേക്ക് പോകുന്നു. UKG A ഡിവിഷനിലെ കുട്ടികളുടെ പേരുകൾ അനൗൺസ് ചെയ്യുന്നു. ആദം റയ്യാൻ P, UKG A, ആദം റയ്യാൻ P, അബാൻ ഹൈദർ P, അക്ഷത് കൃഷ്ണ, അഷ്മൻ മുഹമ്മദ്, അശ്വിൻ ദേവ്, അയാൻ മുഹമ്മദ് OK, ഹാദി അബ്ദുൽ ഹസീൻ, ഹൈസം മുഹമ്മദ് PK, മുഹമ്മദ് ഫർഹാൻ P, മുഹമ്മദ് ഫബിൻ P, മുഹമ്മദ് ഹർഷിൻ K, മുഹമ്മദ് ഹിബ, മുഹമ്മദ് ഷാമിൽ K, മുഹമ്മദ് ഷിനാസ് KK, നബിയ നസറുദ്ദീൻ, നസൽ മുഹമ്മദ്, നീരവ് കൃഷ്ണ, മുഹലി, റാഡിഫ് ഇസി, ഷാമിൽ ഷിഹാബ്, സിയാദ് KT, ആൽബിക P, ആയിഷ ഫബിൻ PT, ആയിഷ അഫ്ര MP, അവന്തിക P, ഇവാ മഹക്ക്, ഫാത്തിമ P, ഫാത്തിമ നസ്മി, ഫാത്തിമ ഷൈമ T, ഫൈസ ഹാഷ്, ഹല ഹാഷ്, ഹെൻസ അമ്രി, ഇഫ്ര ഫാത്തിമ, ഖദീജ നഹൽ, കൃഷ്ണവേണി, മലിഹ, മന്ന റഹ്മാൻ, മർവ, ഷേഖ ഫാത്തിമ, ഷെൻസ ഫാത്തിമ. UKG എയിലെ കുട്ടികളുടെ പേരുകളാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തത്. ആ കുട്ടികൾ വേദിയിലേക്ക് കടന്നു വന്നു സമ്മാനം ഏറ്റുവാങ്ങണം എന്നറിയിക്കുന്നു. UKG എയിലെ കുട്ടികളാണ് ഇപ്പോൾ വേദിയിലൂടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി പുറത്തേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
അടുത്തത് UKG B ഡിവിഷനിലെ കുട്ടികളുടെ പേരുകൾ അരോട് ചെയ്യുക. UKG B അഹമ്മദ് സയാദ്, അർജുൻ ബി ജിത്ത്, അഭിഷിത്ത്, ഐസാൻ ടി, ഫൈസാൻ അഹമ്മദ്, മുഹമ്മദ് ഹനാൻ കെ, മുഹമ്മദ് ജാസിം ടി, മുഹമ്മദ് ഷാമിൽ ടി, മുഹമ്മദ് റയ്യാൻ MP, മുഹമ്മദ് ഷാൻ UP, മുഹമ്മദ് ഷാൻ എ, മുഹമ്മദ് ദിയാൻ സി, മുഹമ്മദ് ഷാസിൻ PK, മുഹമ്മദ് മാസിൻ PK, മുഹമ്മദ് റസാൻ KP, മുഹമ്മദ് ദിൽഷാദ്, നീരവ് ടി, ശരൺ ദേവ്, ഉമർ ഹാസിൻ, ആയിഷ ഹിമ BK, ആത്മിക K, ആത്മിക M, അസ്മി AT, ആയിഷ സിദ്ധ, അമേയ, ദിലാര M, ഫാത്തിമ ബഹറിൻ A, ഫാത്തിമ സിയ V, ഇഷ്വ മറിയം KT, ഇസ്മ K, മിൻഷ ഫാത്തിമ P, മിഥില കൃഷ്ണ, നിവേദ്യ T, നൈഷ BP, നൈനിക ശങ്കർ, റിയ ഫാത്തിമ K, റജുവ, ശിവാത്മിക, സുഹ BP. UKG Bയിലെ കുട്ടികളുടെ പേരുകളാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തത്. UKG Bയിലെ കുട്ടികൾ വേദിയിലേക്ക് കടന്നു വന്ന് പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങണം എന്നറിയിക്കുന്നു. മുമ്പ് കൊടുത്തു UKG C ആദിഷ് രാജ് P, അൻവിൻ അനീഷ്, അസ്ലാൻ ഹംസ, ധ്രുവ് R സുധി, ഫസിൽ റഹ്മാൻ, മാസിൽ മുഹമ്മദ്, മുഹമ്മദ് അഖിയാൻ B, മുഹമ്മദ് അയ്യാൻ C, റാസ് മിലറ്റ്, റൈസ് റഹ്മാൻ, ഷൽസാദ്, ഷംസാൻ മുഹമ്മദ്, ഷസിൽ കെ, ഷസിൽ മുഹമ്മദ് ഇ, സഫർ മുഹമ്മദ്, ആത്മിക കെ, ഐന അനിൽ, അമാന, അനൈന, ആരാധ്യ MS, ബദരിയ, ഫൈഹ ഫാത്തിമ, ഫാത്തിമ അഫ്ഫ, ഫാത്തിമ മർവ, ഫാത്തിമ നിധ, ഫാത്തിമ ഷസ്വ, ഇസ മൈഷ, മൽസ, മിൻഹ ഫാത്തിമ, ഋഷിക രതീഷ്, ഋതിക, ഋതുവർണ, സൻഹ ഫാത്തിമ,
വേദ സിയാന അസീം.
जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे